പെണ്ണുങ്ങൾ കാണണം. കാണിക്കും. ഞാൻ തരാം ഡ്രസ്സ്. എന്തായാലും ശിവേട്ടനെ നമ്മൾ ഭാര്യനായിട്ട് ഒന്നിപ്പിക്കും. അതിൽ ഇനി ആര് തടസ്സം നിന്നിട്ടും കാര്യമില്ല. 6 മാസമായി നമ്മളെ കൂടെ. ഈ 6 മാസത്തിൽ ശിവനച്ഛനെ അറിയുമെന്ന് പറഞ്ഞു വന്ന ഏക വ്യക്തി സൂപ്പർ മനുഷ്യരാ. അതെ അതെ അതെ, അങ്ങനെ ആവണോ ഈ ഒരു സമയത്ത്. നല്ലതാ നല്ലതാ, അങ്ങനെ പോട്ടെ. ഞാൻ മാറി തരണോ? നമ്മൾ വന്നത് മിറാക്കിൾ ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ്. കുറെ പ്രായമുള്ള അച്ഛന്മാരുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾക്ക് ആരും ഇല്ലാത്ത ആളുകളാണ്. ഇവരെ നോക്കുന്നത് ഒരുപാട് ചെറുപ്പക്കാരായ മനുഷ്യരും. അവർക്കൊക്കെ ജോലികളുണ്ട്. അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് പല പല നാട്ടിലുള്ള ആളുകൾ കൂടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ട ഒരു സ്ഥാപനമാണ്. അധികം സഹായങ്ങളൊന്നും പുറമേ നിന്ന് കിട്ടാറില്ല. ഞാൻ എൻ്റെ ഇത് 3ാമത്തെ വരവാണ്. ഞാൻ വരാൻ ഉള്ള മെയിൻ കാരണം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പരിചയമുള്ള എൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള ശിവേട്ടനും ഇവിടാണ്. യാദൃശികമായിട്ടാണ് ഞാൻ ശിവേട്ടനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ശിവേട്ടൻ ആരാന്നോ ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന്. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ 1ാമത്തെ വിസിറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇന്നെ മനാഫയെന്ന് ബാക്കിൽ നിന്ന് വിളിക്കുന്നത്. ശിവേട്ടനും പെട്ടെന്ന് മനസ്സിലായില്ലേ എന്താ അറിയില്ല. പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നോട് ബാക്കിൽ നിന്ന് മനാഫയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ സൗണ്ടിൽ തന്നെ എനിക്ക് ശിവേട്ടനാണെന്ന് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ ഈ സ്ഥാപനമായിട്ട് ഒരു അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വീണ്ടും വന്നിരുന്നു. ഈ സ്ഥാപനത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമാവാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മളൊരു സ്ഥാപനമാതിരിയാണ്. ഇവിടെയുള്ള ആളുകളും നമ്മളോട് അങ്ങനെയാണ് പെരുമാറാറ്. ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയുള്ള മുന്നോട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കും. നമുക്ക് ശിവേട്ടനെ കാണാം. ശിവേട്ടാ, ശിവേട്ടൻ പെണ്ണുങ്ങൾ കാണണം. കാണിക്കും. ഇതാണ് ശിവേട്ടന്. ശിവേട്ടൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായത് കാരണം ശിവേട്ടനും ശിവേട്ടൻ്റെ ഭാര്യയും രണ്ടാളും ഓൾഡ് ഏജ് ഹോമിലാണ്. ശിവേട്ടന് ഈ ഓൾഡ് ഏജ് ഹോമിലും വൈഫ് വേറൊരു സ്ഥലത്തുമാണ്. ഇന്നായിട്ട് പണ്ട് നല്ല ബന്ധമാണ്. എനിക്ക് വേണ്ടിയൊക്കെ പണിയെടുത്ത ആളാണ്. അപ്പോൾ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ശിവേട്ടൻ്റെ മാനസികമായിട്ടുള്ള. കയ്യിൻ്റെ കാര്യമുണ്ട്. കൈ ചികിത്സിച്ചിട്ട് റെഡി ആവണില്ല. നമ്മൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ഡോക്ടറെ നമ്മൾ കൊണ്ടുപോയി കാണിക്കും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം തന്ന പൈസ ഒരു ചെറിയൊരു ഫോണ് മറ്റേതും അല്ല, അല്ലെങ്കിൽ ഞാൻ സാംസങ്ങാ? നമുക്ക് ഒരു ഫോണ് റെഡി. അപ്പം ഭയങ്കര ടെൻഷൻ അടിക്കണ്ട. ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും. ഇതാണ് ശിവേട്ടൻ്റെ സ്ഥിതി. വൈഫിനെ രണ്ടാളെയും ഞാൻ പല സ്ഥലത്ത് അന്വേഷിച്ചു. അല്ല, രണ്ടാൾക്കാർ ഒരു സ്ഥലത്താക്കാനേ. അല്ല, ഞാൻ അവിടെ വിളിച്ച് നിങ്ങൾ തരാൻ പോകുന്ന അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. ആ അഡ്രസ്സിൽ ഞാൻ വിളിച്ചു നോക്കി. അവർക്ക് ആളെ അഡ്മിറ്റ് ചെയ്യാൻ, അതായത് അവിടെ ചേർക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അവർക്ക് ആലോചിക്കട്ടെ. എല്ലാ സ്ഥാപനങ്ങളും എന്താ പറയുക പറയാൻ പുറമേ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളുണ്ട്. പക്ഷെ നമ്മളൊരാളെ കൊണ്ടുപോകുമ്പോൾ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തോളന്നില്ല, ഏറ്റെടുക്കണില്ല. പല സ്ഥാപനങ്ങളും ഓരോരുത്തരെ കൊണ്ടുവരുമ്പോ ഇവർക്ക് സ്വത്തുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്ക് തന്നെ മോശം അനുഭവം ഉണ്ട്. ഞാൻ ആ സ്ഥാപനത്തിൽ ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നത് ആരോഗ്യമുണ്ടോ. എന്നോടൊരു സ്ഥാപനം ചോദിച്ചു ഏതാ ജാതി ഏതാ മതം എന്ന് വരെയൊക്കെ ചോദിച്ചു. ഏതായാലും അങ്ങനെ പല ഞാൻ പറയണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കൈയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൈയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു വീട് ഒരു അമ്മ തരാന്ന് പറഞ്ഞിരിക്കണ്. തൽക്കാലം നിൽക്കാനും ഇവർക്ക് ജീവിക്കാനും. ഇവരെ
അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടരും ഒരു വീട്ടിൽ താമസിക്കുന്ന മാതിരി ആക്കും. ഞാൻ സംസാരിക്കേണ്ട അവിടെ കയ്യണം പോയിട്ട് ഒരു സ്ഥലത്താണ്. ഒന്നാമത് പറഞ്ഞാൽ ഇത്രയും കൊല്ലം ഒപ്പരം ജീവിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് മാറി നിൽക്കുന്നതിനോണ്ട്. ഇപ്പം എത്ര മാസമായി ഭാര്യനെ കണ്ടിട്ട്? ഞാൻ കണ്ടിട്ട് ഇപ്പോൾ 2.5 കൊല്ലായി. വൈഫിനെ കണ്ടിട്ടോ? 2.5 കൊല്ലായി. അല്ലേ? 2.5 കൊല്ലം. മഞ്ചേരിയിൽ ഏതൊരു സ്ഥാപനത്തിലാണ് മക്കളുടെ വൈഫൊപ്പം ഉണ്ട്. ആയിക്കോട്ടെ, എവിടെ ആയാലും നമുക്ക് കൂട്ടിയിട്ട് നിങ്ങൾ രണ്ടാളെയും ഒരു സ്ഥലത്താക്കണ മാതിരി നമുക്ക് ആക്കാം. ഇപ്പം നിങ്ങളെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങളെല്ലാവരും കൂടി. നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ കോഴിക്കോട് ചേളാരി കോഹിനൂർ ഭാഗത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഈ സ്ഥാപനത്തിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്ക് വശത്ത് ആണ് ഇത് മിറാക്കിൾ ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞിട്ട്. ഈ സ്ഥാപനത്തിനോട് എന്താ പറയുക സഹകരിച്ചിട്ട് ഫിസിയോതെറാപ്പി മറ്റുള്ള പ്രവർത്തനങ്ങൾ ആര് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ കൂടാവുന്നതാണ്. സഹകരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു വളണ്ടറി വർക്ക് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല കാര്യമാണ്. ഇനിയും ആളുകൾക്ക് ഈ ഒരു നല്ല പ്രവൃത്തിയിൽ കൈകോർക്കാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉദ്ദേശത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ കൂടിയിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. എന്താ പറയുക, ഇതൊന്ന് വിജയിക്കൽ എന്ന് പറഞ്ഞത് ഈ നാടിന് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ഇതുപോലെ ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഒരു തുണ കിട്ടാൻ വേണ്ടിയിട്ട്, എന്താണ് ഒരു കൈത്താങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ റോട്ടിൽ ഉണ്ട്. ഈ ആളുകളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന കാലഘട്ടം എന്താ പറയുക ഒരു സമാധാനപൂർവ്വം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടും ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥാപനം. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണം. പ്രായമായ സമയമാണ്. നല്ല ടി വിയും കാര്യങ്ങളും, ഒരു TV റൂം, റീഡിങ് റൂം, അങ്ങനെയൊക്കെ സ്വന്തമായ ഒരു ഭൂമി വേണം. ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ. ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയോട് കൂടിയിട്ടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. കാരണം മക്കൾ, ശിവേട്ടൻ്റെ വിഷയത്തിലല്ല, മറ്റുള്ള വിഷയത്തിൽ മക്കൾ പുറന്തള്ളുന്ന പല മാതാപിതാക്കളും ഉണ്ട്. ഇവർക്ക് പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ അമ്മ വേറൊരു ഷെൽട്ടർ റൂമിലും അച്ഛൻ വേറെ ഷെൽട്ടർ റൂമിലും. അത് പിന്നെയും ഒരു ക്രൂരത ആണ്. ഓൾറെഡി ഒരു ക്രൂരത ഓരോ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ രണ്ടുപേരും വേർപെട്ടിട്ടാണ് പിന്നെ ജീവിക്കുന്നത്. നല്ല മനസ്സിൻ്റെ ഉടമകളായ ആളുകൾ ഇവരെ നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഒരു ജീവിതം അവസാന കാലഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഒപ്പരം ജീവിക്കുക എന്ന് പറയുന്നത് നടക്കാതെ പോകുമ്പോൾ പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പം ശിവേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞാൽ സ്വർണ്ണക്കൂട്ടിലെ തത്തയായിട്ടാണ് നിൽക്കുന്നതെന്ന് എൻ്റെ അഭിപ്രായം. എല്ലാ സൗകര്യങ്ങളും ശിവേട്ടന് ഇവിടെ ഉണ്ട്. പക്ഷെ ശിവേട്ടന് തൃപ്തനല്ല. കാരണം ഭാര്യ വേറെയും ശിവേട്ടൻ വേറെയായിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് എന്തായാലും ശിവേട്ടനെ നമ്മൾ ഭാര്യനായിട്ട് ഒന്നിപ്പിക്കും. അതിൽ ഇനി ആരും തടസ്സം നിന്നിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് അതിനുള്ള വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നാവും കേട്ടോ. 6 മാസമായി നമ്മളെ കൂടെ. ഈ 6 മാസത്തിൽ ശിവനച്ഛനെ അറിയുമെന്ന് പറഞ്ഞു വന്ന ഏക വ്യക്തി വേറെ ഒരാൾ ഇങ്ങോട്ട്. അല്ല, ഞാനതാണ് ഞാൻ വിളിച്ചിട്ടല്ലല്ലോ പറയണ്ടേ. മനാഫ്ഖാനെ വിളിച്ചിട്ടാണോ വന്നത്? നിങ്ങൾ വിളിച്ചിട്ട് വന്നാണോ? അല്ലല്ലോ. അതെ, ഞാനിപ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശ്യമായിട്ടാണ് മനാഫ്ഖ ഇവിടെ വന്ന് എത്തിച്ചേരുന്നത്. അതെ, എത്തിയതിനു ശേഷം നിങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞതിനോടാണ് പിന്നെ രണ്ടാമത്തെ വരവും മൂന്നാമത്തെ വരവും ഒക്കെ വരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിചയമുള്ള ഒരാൾ ഇങ്ങനെ കിടക്കുക അറിയുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമം തന്നെയാണ്. ഈ ഒരവസ്ഥ നാളെ എനിക്ക് വന്നാലോ എന്ന് ഞാൻ ചിന്തിക്കണമല്ലോ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ആറ്റുനോറ്റ് നമുക്ക് മക്കളാവും. ആ മക്കളെ നമ്മൾ പോറ്റി വളർത്തി വലുതാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മക്കളെ മുഖാന്തരം നമ്മൾ പുറന്തള്ളപ്പെടുക അറിയുമ്പോൾ അത് സങ്കടമുള്ള കാര്യമാണ്. അവർക്കൊരു വ്യക്തിത്വം, അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, അല്ല ഞാൻ നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ നിങ്ങളെ പറ്റിയിട്ട് രഹസ്യമായി അന്വേഷിച്ചു.
അപ്പോൾ അതിന് മനസ്സിലായത് നല്ല ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ റെസ്പെക്ട് ചെയ്യണത് നിങ്ങളെ. സൂപ്പർ മനുഷ്യരാ. അതെ അതെ അതെ, അങ്ങനെ ആവണോ ഈ ഒരു സമയത്ത്. തെരുവെന്ന് വന്ന ആൾക്കാരാണെങ്കിലും ആശുപത്രി അവർക്ക് വ്യക്തിത്വമില്ലേ? അതെ 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 അതെ. കൊണ്ടുവരുന്ന വീഡിയോസ് ഇതിൽ കൊണ്ടുവരുന്ന സാഹചര്യം കണ്ടാല് ഒരിക്കലും നമ്മൾ ആ വ്യക്തിയാണ് ഈ വ്യക്തി കഴിയുന്നത് എന്തും. അതെ അതെ, ഞാൻ നിങ്ങളെ കൂടെ ഏത് സമയവും എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഇതിനെന്താക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നിലയിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ്, പണ്ടേ ആഗ്രഹിച്ചതാണ്. ഇങ്ങനെ ആരും ഇല്ലാത്ത ആളുകൾക്ക്, എനിക്ക് അല്ലെങ്കിൽ അമ്മമാരെയും പ്രായമുള്ളവരെയും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളങ്ങനെ നോക്കിയതാണ്. മുന്നിട്ട് ഇറങ്ങിയപ്പോ ഇതിന് വിജയം കാണുന്നുള്ള വലിയ തെളിവാണ് നമ്മളത്. മാതൃഭൂമി റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പോകുന്നത്. കിടപ്പ് രോഗിയാണ്, അതായത് ഉള്ളിൽ ആളെ കാട്ടിത്തരാം, അതേമാതിരി ചലനശേഷി ഇല്ലാതെ വീട്ടിലിങ്ങനെ കിടക്കുകയായിരുന്നു ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ട, എന്നാലും ഡ്രൈവർമാർ കുറേശ്ശെ ഭക്ഷണമൊക്കെ കൊണ്ടുതരും. വേറെ ആരുമില്ല, പെങ്ങന്മാരുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ചുറ്റുപാടും കാര്യമൊക്കെ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. പിന്നെ ഒരു മോളുള്ളത്, മോക്ക് പിന്നെ വന്നങ്ങനെ ചികിത്സിച്ച് നോക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ പത്രത്തിൽ ഒരു മാതൃഭൂമി പേപ്പറിൽ ഒരു വിവരം കൊടുത്ത് എൻ്റെ ഫോട്ടോസ് ആയിരുന്നു. ആ ഫോട്ടോസ് ആയതോ ഇവിടെ ആയിരുന്നു, ഇവിടുത്തെ ചെയർമാനായിരുന്നു. അന്നേരം തന്നെ ആളെ പറഞ്ഞു വീട്ടിലേക്ക്. ഇവിടുന്ന് ഒരു 42-43 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ വന്ന് 2 സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഓരോ വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ട് കയറി തൂക്കിയിട്ടതാണ്, പിടിച്ചെണീക്കാനൊക്കെ. അങ്ങനെ ബാത്റൂമിലേക്കൊക്കെ എത്തണമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം കഴിയും, നടക്കുകയൊന്നും ചെയ്തുകൂടാ. അത്രയും ഒരു വെറും കൊള്ളി മാതിരിയേ ഉള്ളൂ, ഒരു ശരീരമൊന്നുമില്ല. അങ്ങനെ ഇവർ പറഞ്ഞ് ഈ അവസ്ഥ കണ്ടിട്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എപ്പോൾ കൊണ്ടുവന്നു. അങ്ങനെ ഓട്ടോ ഡ്രൈവർമാർ വല്ലതും കൂടിയിട്ട് ഇന്നെ ഇവിടെ കൊണ്ടുണ്ടാക്കി. ഇവിടുന്ന് പിന്നെ പിറ്റേന്ന് തന്നെ ഇവർ താലൂക്ക് ഹോസ്പിറ്റലിൽ ചേർത്ത്. അവിടുന്ന് ദിവസവും ഇഞ്ചക്ഷനെല്ലാം കൂടി ഒരു 8 ദിവസം വരെ അവിടെ കഴിഞ്ഞു. അവിടുന്ന് വരുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഭക്ഷണം കഴിക്കാനും ഒക്കെ അയക്കി. നടക്കാൻ ഒരു വടി കുത്തി ഒക്കെ ഇങ്ങനെ നടന്ന് ശീലിച്ചതാണ്. പിന്നെ ഇങ്ങനെ നടന്ന് കുറേശ്ശെ ഈ കുറച്ച് വ്യായാമ ശീലങ്ങളൊക്കെ പിള്ളേരെ കൊണ്ട് അതൊക്കെ ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ഒരു മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ DMH ഹോസ്പിറ്റലിൽ കാണിച്ചു, എന്നെ കൊണ്ടുപോയിട്ട്. അവിടെ അന്ന് മോഹനേട്ടൻ എന്ന് പറഞ്ഞൊരാളാണ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊടുത്ത് പോകുന്നു. അപ്പോൾ എന്നെ ഒന്ന് ഡോക്ടർ ഒന്ന് നോക്കി, എൻ്റെ പേപ്പറുകളൊക്കെ കണ്ടുവന്ന് നോക്കി. ഞാൻ പുറമേക്ക് ഇറങ്ങുമ്പോൾ മോഹനേട്ടനോട് പറഞ്ഞു, ഞാൻ അറിയുന്നില്ല, ഞാൻ പിന്നീട് അറിയുന്നു, നിങ്ങളെ ഒരു 30 ഡേയ്സ് 30 ദിവസം വരെ ഒരു മാസം, ഈ മാസം കഴിഞ്ഞ് കിട്ടുക എന്നുള്ളത് സംശയമാണ്. നിങ്ങൾ നോക്കി ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിലോ പ്രത്യേകിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഒക്കെ ഈ വിവരം അറിയാണ്ട് അയാൾ പറഞ്ഞോട്ടെ എന്നുള്ളത്. അങ്ങനെ പിന്നെ ശ്വാസം ബ്രീത്തൊക്കെ ശരിയായി. അങ്ങനെ നടന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലത് പറയുന്നത്. ഇപ്പോൾ നല്ല സുഖമായിട്ട് നടക്കേ, നല്ല ഓടി, നല്ല ചെയ്യും, ഭക്ഷണം ചെയ്യും. കുറച്ച് വർഷം കണ്ടെങ്കിൽ 10-32 ശിഷ്യന്മാരുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കളരി ഭൂമിന്റെ അടിയിലേക്ക് JCB വെച്ച് മണ്ണൊക്കെ വെച്ച് ഇരുമ്പിന്റെ പൈപ്പൊക്കെ സ്ഥാപിച്ച് നല്ല ഒറിജിനൽ കളിയിലേക്ക് ഉണ്ടാക്കിയ ലൈസൻസും ഉണ്ട്. ഇനി നാട്ടിലേക്ക് പോവാണോ, എന്താണ് ഉദ്ദേശം? എന്താണ് പോണമെന്നുണ്ട്, ഭയങ്കര 1-2 സംഗതികൾ റെഡിയാക്കാനുണ്ട്. അപ്പൊ കൊണ്ടുവന്നതിന്റെ ശേഷം 2 മാസത്തിനുള്ളിൽ ഈ അച്ഛന്റെ മരണവാർത്ത അവിടെ വരും എന്നുള്ള പ്രതീക്ഷ നാട്ടിലേക്ക് നമ്മൾ ഇതേപോലെ പയറുമണി പോലെ പുള്ളിയാണ്ട് ഇറക്കി വിട്ടു. നമുക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഇന്നലെ നാളെ പ്രഭാകരൻ മരിക്കും എന്നൊരു വാർത്ത അവിടെ വരും. നമ്മളവിടെ ഇറക്കിയിട്ടപ്പോ എല്ലാവരും വരലും ആള് കൂടുതലും സെൽഫി എടുക്കലും. കാരണം ഈ ഒരു എടുത്തുകൊണ്ടുന്ന മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ നടന്നു. വേറെ പ്രത്യേകത ഉണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. മറ്റുള്ള ജാതികളൊക്കെ അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. വലിയ ഇഷ്ടമാണ്. ഞാൻ ചിന്തിക്കാൻ എന്തെങ്കിലും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഇടങ്ങളിൽ കുത്തിരിക്കും. എന്നാലും പ്രഭാകരൻ എന്നുള്ള പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് OP ഭവൻ. ആ OP പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കും.
ഞാൻ മൂപ്പരായിട്ട് ഭയങ്കര കമ്പനി. പിന്നെ ഭയങ്കര ഭയങ്കര സാധനങ്ങളുണ്ട്. ഭയങ്കര കമ്പനി. ശിവേട്ടന് ഞാൻ പിന്നെ ഭയങ്കര കമ്പനിയാണ്. ഇടയ്ക്ക് ഇവരെ ഭയങ്കര നടക്കാനൊക്കെ വരും. ഫണ്ട് കൊടുത്തില്ലേ ഇനിയോ ആ. അത് 500 റുപ്യ അവിടെ വെച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. രണ്ടാളുമാർ എല്ലാം നടക്കും. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചേക്കും. നല്ലതാ അങ്ങനെ പോട്ടെ. എല്ലാം പോയിട്ട് ശ്രദ്ധിച്ചിട്ടാ നമ്മളിവിടെ ഫുള്ള് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അതെ അങ്ങനെ ആവണം. അതെ പിന്നെ പുറത്തേക്കാണെങ്കിലും എങ്ങോട്ട് പോയാലും നമ്മള് ഒന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ, അത്രേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് അതെ അതെ അപ്പൊ അല്ലാതെ നമ്മളിവരെ പിടിച്ച് കെട്ടിയിട്ടിട്ടുള്ള ആ ഒരു നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ആ ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഫ്രീഡാണ്. കാരണം പിടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഓ ഇരിക്കി നമ്മൾ ഒരാളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഉണ്ട് കേട്ടോ. അതെ പരിചയപ്പെട്ട പുതിയ ആളാണ്. ആ ശരി ഇരിക്കി 23-ാം തീയതി വന്നതാ അല്ലേ? എഴുത്തുകാരൻ പഴയ കുഞ്ഞുണ്ണി മാഷിന്റെ അതേ കണ്ടില്ലേ? ആ ഏകദേശം കട്ടുണ്ട്. അതെ അതെ. എന്താണ് ഇവിടെ വന്നിട്ട് പറയാനുള്ളത്? 2 ദിവസമായില്ലേ? എനിക്ക് നല്ല സന്തോഷം. എൻ്റെ ഒരു അസുഖം കുറേ മാറിക്കഴിഞ്ഞു. എൻ്റെ കാലങ്ങനെ വേണ്ട വീഞ്ഞത് എന്താ ഇത്ര വീങ്ങിയത്? ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നന്നായി മാറ്റാം. ബന്ധപ്പെട്ടുള്ള ഞാൻ ഡ്രൈവറൊക്കെ ലൈറ്റ് കമ്പനി ഹൈലൈറ്റിന്റെ ലൈറ്റ് കമ്പനിയിൽ എലൈറ്റ് കമ്പനിന്റെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ ആളുകൾക്ക്, ഓരോ മനുഷ്യന്മാർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. പിന്നെ സ്ഥാപനത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് സ്ഥാപനത്തിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാവുന്നവര് ആരുമില്ല. ഇവരൊക്കെ പറഞ്ഞാല് പറഞ്ഞില്ലേ അങ്ങനെ കൊണ്ടുവന്നാണ്. ഫുള്ള് കിടപ്പ് രോഗികളാണ്. മറ്റൊരു സ്ഥാപനത്തേക്ക് ഇപ്പൊ മനാഫ്ഖനെ കുറച്ച് മുന്നേ പറഞ്ഞു, മറ്റൊരു സ്ഥാപനത്തേക്ക് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണ ആരോഗ്യവാനാണോ, അയാൾക്ക് നടക്കാൻ കഴിയും, അങ്ങനെ അന്വേഷിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ എടുക്കണുള്ളൂ. ഒരു കിടപ്പ് രോഗിയാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് വെച്ചാലും ഒരു ഇതിലേക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞാൽ പോലും വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒഴിവാക്കുക. നമ്മൾ കിടപ്പ് രോഗികൾക്ക് കൊണ്ടുവന്ന് റിക്കവർ ചെയ്തിട്ട് അവരെ നടത്തിക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം. ഇങ്ങനെ ആവണം. ഓരോ ആളുകളെയും ഓരോരുത്തർക്കും എന്താണ് അവരുടെ പ്രശ്നം നോക്കിയിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ. ഇനി എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കാം. ഉള്ളിലുണ്ട് കുറെ ആൾക്കാര് പുതിയ ആൾക്കാർ എല്ലാരും ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു ചേരും. ന്യൂസ് ശിവേട്ടന്റെ നാട്ടിലത്തെ ബിരിയാണിയാ.